ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ തുടക്കക്കാർക്ക് വരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബൗളിലായിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നേരിയതായിട്ടാട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. 2 സവാള 2 ബൗളിലും 2 സവാള 2 ബൗളും 2 ബൗളിലും 2 സവാള വീതമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 5-6 പച്ചമുളക്, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിക്ക് പച്ചമുളകും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില, അതുപോലെ തന്നെ ഇതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിനയില കുറച്ചും മല്ലിയില കൂടുതലായിട്ട് വേണ്ടത്. പുതിനയില കൂടി പോവരുത്, അപ്പോൾ വേറെ ടേസ്റ്റ് വരും. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാല, ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അങ്ങനെ നമുക്ക് കുക്കറിൽ നമ്മൾ എത്രയാണോ വേവിക്കുന്നത് അത്രയും വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. പിന്നെ അതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നു, കാരണം അത് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പേടിക്ക് വളരെ കുറച്ച് ഒരു 1/4 കപ്പോളം വെള്ളം അതിലേക്ക് ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വെക്കുന്ന ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ, ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ നമുക്ക് നെയ്യ് ചേർക്കുമ്പോഴാണല്ലോ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് നല്ല നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂണ് നെയ്യും. അതിലേക്ക് ഒരു ബൗളിലുള്ള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് തന്നെ വേണം. ഒരു ബൗളിലുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇത് കുറേ എടുക്കാനുള്ള കാരണം നമ്മളിതിൽ മസാലയിലേക്കും ഈ ഒരു ഫ്രൈ ചെയ്തെടുത്ത് സവാള ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് 2 വലിയ 2 സവാള തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരുപാട് ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യരുത്. ചെറിയ രീതിയിൽ കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ ഓയിലിൽ നിന്ന് കോരി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ പിന്നെ നമ്മളത് കോരിയെടുത്ത ശേഷം വീണ്ടും അത് ഒന്നുകൂടെ ഡാർക്കായി വരും. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ ഞാനിതിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ പാൻ ഓഫ് ചെയ്തിട്ടില്ല. ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് എന്താ പറയുക അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതും കുറേശ്ശെ ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരിക്ക് അത്ര ഫ്രൈൻ്റെ ടൈം വേണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് അത് ഒരു ബബിൾ പോലെ ഒന്ന് വരുന്ന സമയത്ത് അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതും ഇത് മാറ്റി വെക്കാം. പിന്നെ ഈ സവാള ഫ്രൈ ചെയ്തെടുത്തത് നമ്മൾ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതും ഓയിലിൽ നിന്ന് കോരിയെടുക്കുക. ഇപ്പോഴും ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടില്ല. ഈ ഒരു ഓയിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ചൂടോടെ കൂടെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഓയിലിൽ നിന്ന് നമുക്ക് എത്രയാണോ സവാളയ്ക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെ നമ്മൾ മസാലയും തയ്യാറാക്കി എടുക്കുന്നത്. വേറെ ബൗളിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി, അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനൊരു 5 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക്, നല്ല പഴുത്ത തക്കാളിയാണ് 3 എണ്ണം, അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ തക്കാളി എന്താ പറയുക, ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണമൊക്കെ എടുക്കാം. ഇത് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസിലുള്ള തക്കാളിയായിരുന്നു. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് അലിഞ്ഞു വരും. അപ്പോൾ അതൊന്ന് അലിഞ്ഞു വന്ന ശേഷം നമുക്കതിലേക്ക് പുതിനയില അതുപോലെ മല്ലിയില ചേർത്തു. പുതിനയില കുറച്ച് ചേർത്തിട്ടുള്ളൂ, മല്ലിയിലാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. പുതിനയില കൂടിയാൽ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫിലും മഞ്ഞൾപ്പൊടി ഉണ്ട്, അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മതി. അവൻ ചേർത്തിട്ടൊന്ന് അതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഇതിലേക്ക് ചേർക്കുക. ബിരിയാണി മസാല കൂടി ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ആ ബീഫ് ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഉണ്ടെന്ന് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഈ ബീഫിലിട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇതിലിട്ട് തന്നെ ഒരു ഗ്രേവി രീതിയിൽ കിട്ടുകയും ചെയ്യില്ല. ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് എന്താ പറയുക, ഈ ഒരു ബീഫ് നന്നായിട്ട് ആ ഒരു മസാലയിൽ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ എടുത്തിട്ട് കുറേ സമയം അതിൽ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഓൾറെഡി വേവായിട്ടുള്ള ബീഫാണ്. ബിരിയാണിയിലേക്കാകുമ്പോൾ അത്യാവശ്യം വെന്ത് വരണമല്ലോ. പിന്നെ അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുക. കുരുമുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോഴാണ് ബിരിയാണിയുടെ കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമ്മുടെ പുളിക്കനുസരിച്ച് തൈര്, ഇപ്പോൾ ചില തൈര് നല്ല പുളിയായിരിക്കും, ചിലത് അത്ര പുളി ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ചിലപ്പോൾ തക്കാളി ഒരുപാടായാലും അത്ര തൈര് വേണ്ടിയില്ല, അപ്പോൾ അതിനനുസരിച്ച് കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവൊന്നും പെടാതെ ഒരു പകുതി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/4 ഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലേക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ തലശ്ശേരി ബിരിയാണിയിലൊക്കെ കണ്ടിട്ടില്ല ആ രീതിയിൽ, ബിസ്ത എന്നാട്ടോ അതിന് പറയുക. അത് അതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറിയ തീയിലിട്ടിട്ട് അവിടെ അപ്പുറത്തെ സ്റ്റൗവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെ കുറച്ച് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഇതിലേക്ക് വേറൊരു പാനിൽ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. നെയ്ച്ചോറാക്കി വെച്ചിട്ടാട്ടോ ഇത് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേറെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 5 ഏലക്ക, അതുപോലെ ചെറിയ പീസ് പട്ട, ഒരു 5-6 ഗ്രാമ്പു അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാളയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ ടേസ്റ്റും കൂടെ ആയിട്ട് നെയ്ച്ചോറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് തിളപ്പിച്ച് ഊറ്റിയിട്ട് നമ്മൾ ബിരിയാണി വെക്കൂല, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറാക്കി വെച്ചാൽ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ അതേ രീതി ചെയ്താൽ മതിയല്ലോ. പിന്നെ കുറച്ച് ക്യാരറ്റ്, ഒരു എന്താ പറയുക, കളർ ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് കൂടെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനൊരു വെള്ളവും ചേർത്തിട്ടും തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കുക. ആ ഒരു സമയം നമ്മൾ ഈ ഒരു ബീഫ് മസാലയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 3 കപ്പ് എന്ന് പറഞ്ഞല്ലോ, 1 കപ്പിന് 2 കപ്പ് വെള്ളമാട്ടോ ഞാൻ നെയ്ച്ചോറിലേക്ക് എപ്പോഴും എടുക്കാറ്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കഴുകി ഇങ്ങനെ ഊറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അരി ജീരകശാല കൈമ റൈസ് ഉണ്ടല്ലോ, കൈമ റൈസാണ് ഞാൻ എടുത്തില്ല. ജീരകശാല കൈമ റൈസ് ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ്. പിന്നെ വേറെ റൈസിലാരൊക്കെ ബിരിയാണിക്ക് ടേസ്റ്റ് ഈ 2 അരി ഏതെങ്കിലും ഒന്നാണ്ട്. കൈമ റൈസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് എന്താ പറയുക, ചെറുനാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. ഫസ്റ്റത്തെ ഒരു കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് എന്താ പറയുക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക, എന്നാലേ കറക്റ്റായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വഴറ്റി വരാനേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ നമ്മളിത് ദം ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ അരിയൊക്കെ വരുള്ളൂ. ഈ ഒരു അരിക്ക് തന്നെ പ്രത്യേക ഒരു സ്മെല്ലാണ്, ഈ കൈമ റൈസിനൊക്കെ പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അരിയൊക്കെ ഇങ്ങനെ ചോറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ചോറും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം, ഇതേപോലെ കറക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് ഈ ചൂടോട് കൂടെ തന്നെ ദം ചെയ്തെടുക്കുക. ഈ ഒരു സമയമൊക്കെ നമ്മുടെ ഈ ഒരു ബിരിയാണി പോട്ട് ചെറിയ തീയിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ബീഫിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അടി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പരത്തി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ 2 ലെയർ നമുക്കൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മസാലയ്ക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ ബീഫ് ബിരിയാണി, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതാണ് ബിരിയാണിയുടെ ആ ഒരു സ്മെല്ലിനും ഒക്കെ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ തരുന്നത്. ഒരു നല്ല നെയ്യ് ലാസ്റ്റ് ചേർക്കുന്നത് കൊണ്ടാണ്. പിന്നെ അതാ കുറച്ച് പാലിൽ ഞാൻ കുറച്ച് മഞ്ഞളൊന്ന് കലക്കിയിട്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പുതിനയില വേണ്ട കേട്ടോ, ഈ സമയത്ത് മല്ലിയില മതി. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, ഇനി അടുത്ത ലെയറും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക, അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. അപ്പം നമ്മൾ ആദ്യം 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്തത്. പിന്നെ നമ്മൾ അത് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിലേക്ക് മൊത്തം അതാണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ അത്രയൊന്നും നമ്മൾ ഓയിൽ കൂടുതലൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ഒരു റൈസിലേക്ക് നമ്മൾ കുറച്ച് നല്ല നെയ്യ് ചേർക്കുന്നുണ്ട്. അത് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കുക കേട്ടോ, എന്നാലും നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ അതാ മഞ്ഞൾപ്പൊടി കലക്കിയത് ചേർത്തു. അത് നിർബന്ധമല്ല, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാല എല്ലാ ഭാഗത്തേക്കും അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ, റൈസിൻസ് അതുപോലെ തന്നെ സവാള അത് 3ഉം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല പുറത്തേക്ക് എയറൊന്നും പോകാത്ത അടപ്പാണെന്നുണ്ടെങ്കിൽ മുകളിലൊരു കനം വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് ഞാൻ ഇതൊന്ന് ദം ചെയ്തെടുക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കംപ്ലീറ്റ് പോയതിനു ശേഷം നമുക്കിത് പുറത്തെടുത്തിട്ട് നമുക്ക് എന്താ ഞാൻ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കംപ്ലീറ്റിൻ്റെ ചൂടൊക്കെ പോയിട്ട് എടുത്താൽ മതി, അതൊന്നുകൂടെ നല്ല സെറ്റായി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റൈസ് വേറെ പാത്രത്തിലേക്കും മസാല വേറെ പാത്രത്തിലേക്കും ആയിട്ട് എടുക്കാം. ഇതുപോലെ കണ്ടോ, എല്ലാം അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ട കുത്തി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു മസാലയിൽ നിന്നും കുറച്ചൊക്കെ റൈസ് അതിൽ പെട്ടതൊക്കെ ഇതിലേക്ക് ആക്കി കൊടുക്കുക, എന്നാലേ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ബിരിയാണി മസാലയിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് റൈസ് കുറച്ചൊക്കെ ആ ഒരു മസാലയിൽ കിടന്നോട്ടെ കേട്ടോ, എന്നാൽ എന്താ പറയുക നല്ലൊരു അത് കഴിക്കുമ്പോഴും നല്ലൊരു എന്താ പറയുക ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം രണ്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ്. ബിഗിനേഴ്സിന് വരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബിരിയാണി. എന്നിട്ട് ഇതുപോലെ ഇതിങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ബീഫ് കൂടെ സെർവ് ചെയ്തെടുക്കാം. ബീഫ് മസാല കൂടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇട്ടുകൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.